السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ 10ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ അദൽത ഫനിംത എന്ന് പറയുന്ന കവിതയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ആ കവിത നമ്മൾ വായിച്ചു, അതിൻ്റെ ആശയം മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ കവിത എഴുതിയിട്ടുള്ള കവിയായിട്ടുള്ള മുഹമ്മദ് ഹാഫിദ് ഇബ്രാഹിമിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കവിതയുടെ ആശയം എന്താണ് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ്. ഈ ഒരു കവിതയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വേർഡ്സുകളാണ്, അതായത് അൽ മുഫ്രദാത്ത്, പദങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, റാ എന്ന് പറഞ്ഞാൽ അദ്ഹഷ എന്നാണ് അർത്ഥം, അതായത് അത്ഭുതപ്പെടുക എന്നാണ് കേട്ടോ. റഅയ്യത്ത് എന്ന് പറഞ്ഞാൽ ആമത്തുന്നാസ്, അതായത് പൊതുജനങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. അഹ്ദുഹു, അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞില്ലേ, മഅരിഫത്തുഹു വ തജ്രിബത്തുഹു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അദ്ദേഹത്തിന്റെ പരിചയം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അറിവ് എന്നാണ്. അൽ ജലാലത്ത് എന്ന് പറഞ്ഞാൽ അൽ അളുമത്ത് എന്നാണ് അർത്ഥം, അതായത് മഹത്വം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അടുത്ത വാക്ക് വന്നിട്ടുള്ളത് അസ്മ എന്നാണ് അല്ലെ. അസ്മ എന്ന് പറഞ്ഞാൽ ആംഗ്ല എന്നാണ്, ഏറ്റവും ഉയർന്നത്, ഏറ്റവും ഉന്നതമായത് എന്നാണ് അർത്ഥം. അസറ എന്ന് പറഞ്ഞാൽ അത്തുറാബ് എന്നാണ്, മണ്ണ് എന്നാണ്. മുഷ്തമിലൻ എന്ന് പറഞ്ഞാൽ മുൽത്തഫൻ എന്നാണ് അല്ലേ, അതായത് നമ്മൾ പുതച്ചുകൊണ്ട് എന്നൊക്കെ പറയില്ലേ, മൂടി പുതച്ചുകൊണ്ട്, അതാണ് മുൽത്തഫൻ എന്ന് പറയുന്നത്. അമിൻത എന്ന് പറഞ്ഞാൽ സിർത ആമിനൻ എന്നാണ്, നിങ്ങൾ നിർഭയനായി തീർന്നു, സുരക്ഷിതനായി തീർന്നു എന്നാണ് കേട്ടോ. ഒത്തിലൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഖാലിയൻ മിന സീനതി വൽ ഖദമി വൽ ഖുറാസി, അതായത് ഖാലിയൻ ഒഴിവായിക്കൊണ്ട്, മിന സീനത്തി, സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം എന്നാണ്, അലങ്കാരത്തിൽ നിന്നും, വൽ ഖദമി, ഖദം എന്ന് പറഞ്ഞാൽ സേവകര്, ഖാദിമിന്റെ ജം ആണ് ഖദം എന്ന് പറയുന്നത്, വേലക്കാരായ ആളുകൾ, അതാണ് ഖദം കേട്ടോ. അതുപോലെ തന്നെ വൽ ഹുറാസ്, ഹാരിസും ജം ആണ്, ഹുറാസ് കാവൽക്കാരായ ആളുകൾ എന്നർത്ഥം. അതുപോലെ തന്നെ റായി എന്നാണ് അല്ലെ. റായി എന്ന് പറഞ്ഞാൽ കുല്ലമൻ വലിയ അമ്രൻ കെൽമലിക്കി വൽ അമീർ എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്, അതായത് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ആള്, അതായത് ആരെപ്പോലെ, രാജാവിനെ പോലെ, നേതാവിനെ പോലെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവർക്കാണ് റായി എന്ന് പറയുന്നത് കേട്ടോ. സുവർ എന്ന് പറഞ്ഞാൽ ജംഉഹു അസ്വാർ എന്നാണ്, അതായത് അതിൻ്റെ സുവർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ജംഉ വരുന്നത് അസ്വാർ എന്നാണ്. മാ യുദാറു ബിഷൈഇൻ എന്നാണ്, ഒരു കാര്യത്തെ ചുറ്റി പൊതിഞ്ഞത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. മുസ്തഅരിക്കൻ ഫീ നൗമി എന്ന് പറഞ്ഞാൽ യനാമു നൗമൻ അമീഖൻ എന്നാണ്, അതായത് എന്താ പറയാ, ദീർഘമായിട്ട് ഉറങ്ങുക, അതാണ് ഗാഠമായിട്ട് ഉറങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ്. ദൗഹ എന്ന് പറഞ്ഞാൽ ജംഉ ദൗഹ, അതായത് ദൗഹ എന്നുള്ളതിന്റെ ജം ആണ് ദൗഹ് എന്ന് പറയുന്നത്. അൽ അഷ്ജാറുൽ കബീറ, വലിയ മരങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ബുർദത്ത് എന്ന് പറഞ്ഞാൽ സൗബൻ യൽതഹിഫു ബിഹി, അതായത് ഇങ്ങനെ പുതച്ച് കിടക്കുന്ന വസ്ത്രം, അതായത് പുതപ്പ്, അതാണ് ബുർദ. ഖരീറുൽ ഐനി, അതുപോലെ ഹാനിഹ എന്നൊക്കെ പറഞ്ഞ മുർത്താഹുൽ ബാലി, ആശ്വാസകരമായ അവസ്ഥയിൽ എന്നാണ് കേട്ടോ. തൂലുൽ അഹദ് എന്ന് പറഞ്ഞ തൂലുൽ സമൻ എന്നാണ്, അതായത് ദീർഘകാലം എന്നുള്ള അർത്ഥത്തിലാണ്. ഇതാണ് നമുക്ക് ആ ഒരു കവിതയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വേർഡ്സുകൾ, മുഫ്രദാത്തുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഉത്തരം കണ്ടെത്തുവാനാണ്. നോക്കൂ, നഖ്റഉൽ അബിയാത്ത, ആ ഒരു കവിതയുടെ ബൈത്തുകൾ, വരികൾ വായിച്ചു നോക്കുവാനാണ്. വനുജീബു അനിൽ അസ്ഇല, എന്നിട്ട് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ് കേട്ടോ. അയിനക്കാന ഉമർ റളിയല്ലാഹു അൻഹു യനാമു, എവിടെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നുണ്ടായിരുന്നത് എന്നാണ്. എവിടെയായിരുന്നു ഉറങ്ങുന്നുണ്ടായിരുന്നത്? ആ ഒരു വലിയ മരത്തിന്റെ താഴെ അല്ലെ, വലിയ മരത്തിന്റെ താഴെ മണലിലായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീടിന് മുൻപിലാണ് അദ്ദേഹം കിടക്കുന്നുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് നമ്മുടെ കവിതയുടെ വരിയിൽ വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. ഇവിടെ നോക്കൂ, ഫൗക സറ തഹ്ത ദില്ലി ദൗഹി, ആ ഒരു വലിയ മരത്തിന്റെ ചുവട്ടില് മണ്ണിലായിക്കൊണ്ടാണ് അദ്ദേഹം കിടക്കുന്നുണ്ടായിരുന്നത് എന്നാണ്. മുസ്തമിലം ബി ബുർദത്തിൻ, ഒരു പുതപ്പ് കൊണ്ട് മൂടി പുതച്ചുകൊണ്ട് എന്നാണ് കേട്ടോ. അതാണ് നമുക്കവിടെ ഉത്തരമായിട്ട് എഴുതാവുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, ഫി അയ്യി ഹാലിൻ റഅ റസൂല കിസ്റ ഉമർ റളിയല്ലാഹു അൻഹു, ഏതൊരു അവസ്ഥയിലാണ് കൈസർ ചക്രവർത്തിയുടെ ദൂതൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത് എന്നാണ്. എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്?
കവിതയുടെ ഒന്നാമത്തെ വരി നോക്കൂ. വറാ സ്വാഹിബ കിസ്റ അൻ റആ ഉമറൻ. എവിടുന്ന തുടങ്ങുന്നത്? ബൈന റഅയ്യത്തി ഉത്ലൻ വഹുവ റാഇഹ. അതാണ് അല്ലേ. ബൈന റഅയ്യത്തി ഉത്ലൻ, തൻ്റെ പ്രജകൾക്കിടയിലെ ആ ഒരു അലങ്കാരമോ അതുപോലെ തന്നെ സേവകനോ അതുപോലെ തന്നെ കാവൽക്കാരൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം ആരായിരുന്നു? അവരുടെ രാജാവായിരുന്നു എന്നാണ് അല്ലേ. എന്നിട്ട് പോലും ഇങ്ങനെയൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നാണ്. ബൈനർ റഅയ്യത്തി ഉത്ലൻ എന്നാണ് ശരിക്കും അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. മാതാ തെർവി അൽ അജിയാലു, അതായത് തലമുറകൾ, ഇനി വരുന്ന തലമുറകൾ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്. എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നോക്കൂ. വഖാല ഖൗലത ഹഖിൻ അസ്ബഹത്ത് മസലൻ അസ്ബഹൽ ജീലു ബഅദൽ ജീലി ഇർവീഹ എന്നാണ് അല്ലേ. അതായത് ആ ഒരു സംഭവം അതാണ് എന്തൊരു സത്യത്തിന്റെ ഏറ്റവും നല്ല വാക്കായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നാണ്. ഇനി വരുന്ന തലമുറകളൊക്കെ എന്ത് ചെയ്യും? അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും, അവരതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കൂ. മാതാ കാല റസൂൽ കിസ്റ ലിൽ ഖലീഫ, എന്താണ് കൈസർ ചക്രവർത്തിയുടെ ദൂതൻ ഖലീഫയോട് പറഞ്ഞത് എന്നാണ്. അവസാനത്തെ വരിയിൽ കൊടുത്തിട്ടുള്ളത് നോക്കൂ. അദ്ദേഹം പറയുന്നുണ്ട്, അമിൻ തെൽ അമ്മ അകം തെൽ അദില ബൈനഹും ഫനിം തെനൗമ ഖരീരിൽ ഐനി ഹാനി അല്ലെ. നിങ്ങൾ എന്ത് ചെയ്തു? അവർക്കിടയിൽ നിർഭയനായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവരോട് നിങ്ങൾ നീതിപൂർവം പെരുമാറിയതിനാലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമാധാനത്തോട് കൂടിയിട്ട് ഉറങ്ങൂ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. കൈഫ് ഇസ്തദാൽ ഖലീഫ അൻ യനാമ ആമിനൻ, അതായത് എങ്ങനെയാണ് ഖലീഫക്ക് ഇങ്ങനെ നിർഭയനായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നത് എന്നാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഒരു നീതി കൊണ്ടാണ് അല്ലെ. ആളുകളോട് അദ്ദേഹം കാണിക്കുന്ന ഒരു നീതി കൊണ്ടാണ് എന്നാണ്. നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാൻ പറ്റും? ഇസ്തദാ അൽ ഖലീഫത്തു അൻ യനാമ ആമിനൻ. പിന്നെ എന്താണ് എഴുതേണ്ടത്? ബി അദിലിഹി എന്ന് എഴുതാം നമുക്ക് കേട്ടോ. ബി അദിലിഹി എന്ന് എഴുതാം, അദ്ദേഹത്തിന്റെ നീതി കാരണത്താൽ. അടുത്ത ചോദ്യം നോക്കൂ. മൻ ലുഖിബ ബി അമീരുൽ മുഅ്മിനീൻ അവലൻ, ആദ്യമായി കൊണ്ട് അമീറുൽ മുഅ്മിനീൻ എന്ന് സ്ഥാനപ്പേര് നൽകപ്പെട്ടത് ആർക്കാണ് എന്നാണ്. അല്ലെങ്കിൽ ആരെയാണ് ആദ്യമായിട്ട് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെട്ടത് എന്നാണ്. ആരെയായിരുന്നു? ഖലീഫയായിട്ടുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അല്ലേ. അപ്പൊ എന്താണ് ഉത്തരം എഴുതേണ്ടത്? ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ് അവിടെ ഉത്തരം എഴുതേണ്ടത്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നുറത്തിബു തസ്രീഹാത്തി ഹസ്ബ മഅനിൽ അബിയാത്ത്, താഴെ കൊടുത്ത ആ ഒരു സ്റ്റേറ്റ്മെന്റ്സുകളെ നുറത്തിബു, നമുക്കതിനെ ക്രമീകരിക്കാം എന്നാണ്. അഥവാ അത് ഡിസോർഡർ ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്, അതിനെ ഓർഡർ ആക്കാനാണ് പറയുന്നത്. ഹസ്ബ മഅനിൽ അബിയാത്തി, ആ കവിതയുടെ ആ ഒരു ആശയത്തിന് യോജിച്ച രൂപത്തിൽ അതിനെ ഓർഡർ ആക്കി എഴുതുവാനാണ് കേട്ടോ. നമുക്കത് വായിച്ചു നോക്കാം. ഒന്നാമത്തെ നോക്കൂ. യനാമുൽ ഖലീഫത്തു അലൽ അർളി തഹ്ത ഷജറത്തിൻ മുൽത്തഫൻ ബി ബുർദത്തിൻ ബാലിയത്തിൻ. യനാമുൽ ഖലീഫത്തു, ഖലീഫ ഉറങ്ങുന്നത് അലൽ അർളി, ഭൂമിയിൽ അഥവാ താഴെ വെറും നിലത്താണ് അല്ലെ. തഹ്ത ഷജറത്തിൻ, ഒരു മരത്തിന്റെ താഴെയായിക്കൊണ്ട്, മുൽത്തഫം ബി ബുർദത്തിൻ ബാലിയ, ഒരു ദ്രവിച്ച ഒരു പുതപ്പ് കൊണ്ട് പുതച്ച നിലയിൽ എന്നാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ നോക്കൂ. അലുമ ഉമർ റളിയല്ലാഹു അൻഹു ഫി ഖൽബി റസൂലി കിസ്റ വസ്തസ്അറ മുലൂക്കൽ ഫുർസ്, അതായത് അലുമ എന്ന് പറഞ്ഞാൽ വലിയതായി തോന്നി, മഹത്വമുള്ളതായി തോന്നി എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഫി ഖൽബി റസൂലി കിസ്റ, കൈസർ ചക്രവർത്തിയുടെ ആ ഒരു ദൂതന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം വലിയതായി തീർന്നു. ഇസ്തസ്അറ മുലൂക്കൽ ഫുർസ്, അതുപോലെ തന്നെ പേർഷ്യൻ രാജാക്കന്മാരുടെ സ്ഥാനം എന്ന് പറയുന്നത് അത് ചെറുതായി തീരുകയും ചെയ്തു എന്നാണ്. അടുത്ത് നോക്കൂ. കാനത്ത് തജ്രിബത്തു റസൂലി കിസ്റ ബിൽ മുലൂക്കി അന്നഹും യദ്ഹറൂന ലിന്നാസി മഅൽ അഹ്റാസി വൽ ജുൻദി. കാനത്ത് തജ്രിബത്തു റസൂലി കിസ്റ, ആ ഒരു കൈസർ ചക്രവർത്തിയുടെ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ ഒരു പരിചയം എന്ന് പറയുന്നത്, ബിൽ മുലൂക്കി, രാജാക്കന്മാരുമായിട്ടുള്ള ആ ഒരു പരിചയം എന്ന് പറയുന്നത്, അന്നഹും യദ്ഹറൂന ലിന്നാസി, അവർ ആളുകളുടെ അടുക്കൽ വെളിവാകുന്നത്, പ്രകടമാകുന്നത് എങ്ങനെയായിരിക്കും? അൽ അഹ്റാസി, കാവൽക്കാരോടൊപ്പവും, വൽജുന്തി, സൈന്യത്തോടൊപ്പവും ആയിരിക്കും എന്നാണ്. ലമ്മ ഹക്കംത ബൈനന്നാസി ബിൽ അദ്ലി സുർത ആമിനൻ ഫനിംത സഈദൻ. ലമ്മ ഹക്കംത ബൈനന്നാസ്, നിങ്ങൾ ആളുകൾക്കിടയിൽ ഭരണം നടത്തിയപ്പോൾ, ബിൽ അദ്ലി, നീതിപൂർവം ഭരണം നടത്തിയപ്പോൾ, സുർത ആമിനൻ, നിങ്ങൾ നിർഭയനായി തീർന്നു,
ഫനിംത സഈദൻ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷവാനായിട്ട് ഉറങ്ങുകയും ചെയ്തു എന്നാണ്. ഖാല റസൂൽ കിസ്റ, കൈസർ ചക്രവർത്തിയുടെ ആ ദൂതൻ പറഞ്ഞു, ഖൗല ഹഖിൻ, ആ ഒരു സത്യത്തിന്റെ വാക്ക്, ഫഅസ്ബഹ, അതായിത്തീരുകയും ചെയ്തിട്ടുണ്ട്, മസലൻ, ഒരു ഉദാഹരണമായി തീർന്നിട്ടുണ്ട്, സായിറൻ ബൈനൽ അജിയാലി, തലമുറകൾക്കിടയിൽ സഞ്ചരിക്കുന്നതായ എന്നാണ്. ലമ്മ റആഹു യനാമു നൗമൻ അമീഖൻ വജദ ഫീഹി അൽമതൻ വവഖാറൻ. ലമ്മ റആഹു, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ, യനാമു നൗമൻ അമീഖൻ, ഗാഢമായിട്ട് അല്ലേ, ആ ഒരു നന്നായി ഉറങ്ങുന്നത് കണ്ട സമയത്ത്, വജദ ഫീഹി, അദ്ദേഹം അതിൽ കണ്ടു, അൽമതൻ വവഖാറൻ, ആ ഒരു മഹത്വവും അതുപോലെ തന്നെ ഗാംഭീര്യവും കണ്ടു എന്നാണ് കേട്ടോ. ലഖദ് ദഹിഷ റസൂല കിസ്റ, കൈസർ ചക്രവർത്തിയുടെ ദൂതൻ അത്ഭുതപ്പെട്ടു, വൈന്ദമാ റഅ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ, ദൂന സിലാഹിൻ വ അഹ്റാസിൻ, ഒരു ആയുധം കൂടാതെയും, വ അഹ്റാസിൻ, കാവൽക്കാരെയൊന്നും കൂടാതെ കണ്ട സമയത്ത് അദ്ദേഹം അത്ഭുതപ്പെട്ടു എന്നാണ്. അപ്പം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ആശയങ്ങൾ വായിച്ചു നോക്കിയിട്ട് നമ്മുടെ കവിതയുടെ ബൈത്തും നോക്കിയിട്ട് ഏതായിരിക്കും ഒന്നാമത് വരുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു കവിതയുടെ ബൈത്തിനോട് യോജിച്ച് വരുന്നത്, ഇതിൽ ആദ്യം വരുന്നത് ഏതാണ് എന്നുള്ള ക്രമത്തിൽ താഴേക്ക് നമ്മൾ ക്രമത്തിൽ എഴുതി കൊടുക്കുവാനാണ് കേട്ടോ. നോക്കൂ, ഒന്നാമത് ഇതായിരിക്കും വരുന്നത്, ലഖദ് ദഹിഷ റസൂൽ കിസ്റ ഇൻദമാ റഅ ഉമർ റളിയല്ലാഹു അൻഹു ദൂന സിലാഹിൻ വ അഹ്റാസിൻ എന്നാണ് അല്ലേ. അതായത് അവസാനത്തെ വരിയാണ്. രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്? മൂന്നാമത്തേതാണ് കേട്ടോ. കാനത്ത് തജ്രിബത്ത് റസൂൽ കിസ്റ ബിൽ മുലൂക്കി അന്നഹും യൽഹറൂന ലിന്നാസി മഅൽ അഹ്റാസി വൽ ജുൻദി എന്നുള്ളതാണ് കേട്ടോ. അതാണ് രണ്ടാമതായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തേത് ഏതാണെന്ന് നോക്കൂ. ലമ്മ റആഹു യനാമു നൗമൻ അമീഖൻ വജദ ഫീഹി അൽമതൻ വവഖാറൻ എന്നുള്ളതാണ് കേട്ടോ. അതാണ് മൂന്നാമതായിട്ട് വരുന്നത്. നാലാമത്തേത് ഏതാണ്? യനാമുൽ ഖലീഫത്തു അലൽ അർളി തഹത ഷജറത്തിൻ മുൽതഫൻ ബിബുർദത്തിൻ ബാലിയത്തിൻ എന്നുള്ളതാണ് നാലാമതായിട്ട് വരുന്നത്. ഇനി അഞ്ചാമതായി വരുന്നത് ഏതാണെന്ന് നോക്കൂ. അലുമ ഉമർ റളിയല്ലാഹു അൻഹു ഫീ ഖൽബി റസൂൽ കിസ്റ വ ഇസ്തസ്ഖറ മുലൂക്കൽ ഫുറസ്, അതാണ് അടുത്തതായിട്ട് വരുന്നത്. ഇനി ആറാമതായിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കൂ. ഖാല റസൂൽ കിസ്റ ഖൗല ഹഖിൻ വ അസ്ബഹ മസലൻ സായിറൻ ബൈനൽ അജിയാൽ എന്നുള്ളതാണ്. അവസാനത്തേത് ഏതാണെന്ന് നോക്കൂ. ലമ്മ ഹകംത ബൈനൻ നാസി ബിൽ അദ്ലി സിർത ആമിനൻ ഫനിംത സഈദൻ. ആ രൂപത്തിലാണ് നിങ്ങൾ അത് ഓർഡർ ആക്കി എഴുതേണ്ടത്. ടീച്ചർ വീണ്ടും അർത്ഥം പറഞ്ഞിട്ടില്ല, കാരണം വീഡിയോ ഇങ്ങനെ ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നുമയ്യിസു സ്വഹീഹ വനുസഹിഹുൽ ഖത്അ എന്നാണ് അല്ലേ. അതായത് താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ശരിയായിട്ടുള്ളതിനെ വേർതിരിക്കുവാനാണ്, അതുപോലെ തന്നെ തെറ്റ് വന്നിട്ടുള്ളത് ശരിയാക്കുവാനാണ് കേട്ടോ. നുമയ്യിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേർതിരിക്കാം എന്നാണ്. അസ്വഹീഹ ശരിയായിട്ടുള്ളത് വേർതിരിക്കാം, വനുസഹിഹു നമുക്ക് ശരിയാക്കുകയും ചെയ്യാം, അൽ ഖത്അ തെറ്റ് ശരിയാക്കുവാനാണ്. റഅ റസൂൽ കിസ്റ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈനൽ ഹുറാസി എന്നാണ് ഒന്നാമത് കൊടുത്തിട്ടുള്ളത് അല്ലേ. റഅ റസൂൽ കിസ്റ, അതായത് കൈസർ ചക്രവർത്തിയുടെ ആ ദൂതൻ കണ്ടു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ബൈനൽ ഹുറാസി, അതായത് ആ ഒരു കാവൽക്കാർക്കിടയിലായിക്കൊണ്ട് എന്നാണ്. ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്? റഅ റസൂൽ കിസ്റ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിദൂനൽ ഹുറാസി എന്നാണ് അല്ലേ. അതായത് കാവൽക്കാരില്ലാതെ എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കവിടെ എങ്ങനെ എഴുതാം? ബിദൂനൽ ഹുറാസി എന്ന് എഴുതിയാൽ മതി കേട്ടോ. രണ്ടാമത്തെ നോക്കൂ. മുലൂക്കുൽ ഫുർസി ലഹും ജുന്ദും വ അഹ്റാസുൻ യഹ്മൂനഹും, അതായത് മുലൂക്കുൽ ഫുർസി പേർഷ്യൻ രാജാക്കന്മാരെന്ന് പറയുന്നത് ലഹും അവർക്കുണ്ടായിരുന്നു, ജുന്ദും സൈന്യങ്ങളുണ്ടായിരുന്നു, വ അഹ്റാസുൻ കാവൽക്കാരുമുണ്ടായിരുന്നു, യഹ്മൂനഹും അവരെ സംരക്ഷിക്കുന്നതായ എന്നാണ്. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് ശരിയാണ് അല്ലേ. അവർക്ക് അവരെ സംരക്ഷിക്കുന്നതായ അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായ കാവൽക്കാരും അതുപോലെ തന്നെ രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ കവിതയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ശരിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. മൂന്നാമത്തെ നോക്കൂ. കാന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു
നായിമൻ തഹ്തലില്ലി ഷജറ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു മരത്തിൻ്റെ തണലിൽ ഉറങ്ങുകയായിരുന്നു എന്നാണ്. അതും ശരിയായിട്ടുള്ള സെൻറ്റൻസ് തന്നെയാണ് അല്ലേ. അടുത്തത് നോക്കൂ. കാനത്ത് ബുർദത്തു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജദീദതൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു പുതപ്പ്, അദ്ദേഹത്തിൻ്റെ പുതപ്പ് എന്ന് പറയുന്നത് പുതിയതായിരുന്നു എന്നാണ്. പുതിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതപ്പ് അല്ല, അദ്ദേഹത്തിൻ്റെ പുതപ്പ് എങ്ങനെയായിരുന്നു? പഴകി ദ്രവിച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? കാനത്ത് ബുർദത്തു ഉമർ റളിയല്ലാഹു അൻഹു ബാലിയത്തൻ എന്നാണ് എഴുതേണ്ടത്. അടുത്ത് നോക്കൂ. അസ്ബഹ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ആയിത്തീർന്നു ഖുദ്വത്തൻ, ഒരു മാതൃകയായിത്തീർന്നു എന്നാണ്. ലിൽ അജിയാലി, പിന്നീട് വന്ന തലമുറകൾക്കെല്ലാം ഒരു മാതൃകയായിട്ട് അദ്ദേഹം മാറി എന്നാണ്. അത് ശരിയായിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കത് സ്വഹീഹായിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് വേർതിരിക്കാവുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറുടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ. എടുത്ത ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിലും നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.